റോഡില്ലാത്തതിനാൽ സ്വന്തമായൊരു വീട് നിർമ്മിക്കാൻ കഴിയാത്ത ഗതികേടിലാണ് തൊടുപുഴ കുടയത്തൂർ പഞ്ചായത്തിലെ ചക്കിക്കാവ് ഇലവിഴ പുഞ്ചിറ നിവാസികൾ. നിരവധി പേർക്ക് സർക്കാർ വീട് നിർമ്മാണത്തിന് ഫണ്ട് അനുവദിച്ചെങ്കിലും റോഡില്ലാത്തതിനാൽ പണി തുടങ്ങാനായില്ല. കുടയത്തൂർ പഞ്ചായത്തിലെ ഏറ്റവും ഉയർന്ന പ്രദേശങ്ങളിൽ ഒന്നാണ് ഇലവിഴ പൂഞ്ചിറ. കർഷകരും കൂലിപ്പണിക്കാരുമാണ് ഇവിടുത്തെ താമസക്കാരിൽ ഭൂരിഭാഗവും. ഗതാഗതയോഗ്യമായ വഴിയില്ലാത്തതിനാൽ വർഷങ്ങളായി ദുരിതമനുഭവിക്കുന്നവരാണ് ഇവിടുത്തുകാർ. നിരവധി ആളുകളുടെ വീടുകൾ കാലപ്പഴക്കത്താൽ ഇടിഞ്ഞു വീഴാറായ അവസ്ഥയിലാണ്. തകർന്നു കിടക്കുന്ന വഴിയിലൂടെ സാധന സാമഗ്രികളും മറ്റും എത്തിക്കുന്നതിന് ഭാരിച്ച വാഹനക്കൂലി കാരണം വീടു നിർമ്മാണം അസാധ്യമാണെന്ന് ഇവർ പറയുന്നു. വഴി മോശമായതുകൊണ്ട് ഇവിടുന്ന് ഒരു വണ്ടി കയറി പറഞ്ഞെങ്കിൽ പൈസ കൂടാവും. അത് കാരണം നമുക്ക് ലൈഫ് അതിൽ വരെ കിട്ടിയാൽ പോലും 4 ലക്ഷം രൂപയ്ക്ക് വരെ പണിയാൻ പക്ഷേ ബുദ്ധിമുട്ടുണ്ട്. കാഞ്ഞാറ് ഭാഗത്തു നിന്നാണ്, കാഞ്ഞാൻ്റെ മൂലമറ്റം ഭാഗത്തു നിന്നാണ് സാധനം എടുക്കേണ്ടത്. സിമെൻറ്റ് കമ്പിയെ കൊണ്ടുവരണമെങ്കിൽ ഈ വഴി മോശമായതുകൊണ്ട് നടപാടില്ല. അത്രയും രൂപയ്ക്ക് നടക്കുകയില്ല. ഒരു 2500-3000 രൂപ ഒരു ചെറിയൊരു പിക്കപ്പ് പറഞ്ഞെങ്കിൽ തന്നെയാണെങ്കിൽ 2500-3000 രൂപ ഇവിടെ കയറി പറഞ്ഞെങ്കിൽ. ഇവിടെ 10-30 വീട്ടുകാർ ഇങ്ങനെ വരെയില്ലാതെ ആൾക്കാരുണ്ട്. എല്ലാം ലൈഫ് പദ്ധതി കിട്ടിയാൽ പോലും ഈ പൈസ കൊണ്ട് നടപടിയില്ല. അത്രയും പെട്ടെന്ന് സർക്കാർ റോഡ് നന്നാക്കി തരണം. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പ്രദേശവാസികളിൽ പലരും വീടു നിർമ്മാണത്തിനായി സർക്കാരിന്റെ വിവിധ ഭവന പദ്ധതികളെയാണ് ആശ്രയിക്കുന്നത്. ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിരവധി ആളുകൾക്ക് വീട് അനുവദിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പദ്ധതി പ്രകാരം ലഭിക്കുന്ന 4 ലക്ഷം രൂപയിൽ പാതിയും നിർമ്മാണ സാമഗ്രികൾ എത്തിക്കുവാൻ ചിലവാകുന്ന സ്ഥിതിയാണുള്ളത്. പദ്ധതിയിൽ ഞങ്ങളുടെ ലിസ്റ്റിൽ വന്നേക്കുന്ന 25 വീടുകളും ലിസ്റ്റിലുണ്ട്. എല്ലാ വീടുകളും കിട്ടിയില്ലെങ്കിൽ പോലും 10-20 വീടുകളും കിട്ടുമെന്നുള്ള പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. ഞങ്ങളുടെ പഞ്ചായത്തിൽ അത് പണി പൂർത്തീകരിക്കണമെങ്കിൽ പോലും 4 ലക്ഷം രൂപയാണ് ഞങ്ങൾക്ക് ഒരു വീടിന് കിട്ടുന്നത്. അപ്പോൾ അതിന് സാധനങ്ങൾ കൊണ്ടുവരാനും മറ്റു കാര്യത്തിനുമായി വണ്ടി സൗകര്യം നമുക്ക് ചിലവാകും. കൂടുതലും തുക ചിലവാകേണ്ടതായി വരും. പണിക്കൂലിയേക്കാളും കൂടുതൽ വണ്ടിക്കൂലിക്ക് കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ട് വരുന്ന ഒരു ബസ് സർവീസാണ് ഞങ്ങൾക്ക് വേണ്ടത്. അപ്പം ഈ റോഡ് പണി പൂർത്തീകരിക്കുവാണെങ്കിൽ ഒരു വണ്ടി എന്നായാലും ഞങ്ങൾക്ക് ബസ് സർവീസ് നടത്തണമെന്നാണ് ഞങ്ങൾ. 12 വർഷം മുൻപ് തുടങ്ങിയ റോഡ് നിർമ്മാണം ഇനിയും പൂർത്തിയാവാത്തതാണ് പ്രദേശവാസികളുടെ ദുരിതത്തിന് കാരണം. 10 കിലോമീറ്ററോളം വരുന്ന റോഡിന്റെ 3.5 കിലോമീറ്റർ മാത്രമാണ് ഇനിയും പൂർത്തിയാവാനുള്ളത്. ഇടുക്കിയിൽ നിന്നുള്ള ഏക മന്ത്രി റോഷി അഗസ്റ്റിന്റെ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന ഭാഗം കൂടിയാണിവിടം. അതിനാൽ മന്ത്രി ഉൾപ്പെടെയുള്ളവർ ഇടപെട്ട് റോഡ് നിർമ്മാണം പൂർത്തീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.